ഞാനൊന്ന് പറഞ്ഞ യമുന അനുസരിക്കണം. എന്താ വിശാൽ? അത് നമുക്ക് യമുനയുടെ വീട്ടിലേക്ക് പോവാം, ശങ്കർജി സാറിന്റെ അടുക്കലേക്ക്. വാശിയും വൈരാഗ്യവും ഒക്കെ നമുക്ക് കളയാം യമുനെ. അതല്ലാതെ ഈ സാഹചര്യത്തിൽ മറ്റൊരു സൊല്യൂഷൻ ഞാൻ കാണുന്നില്ല. ഒരിക്കലുമില്ല വിശാൽ. അതിനേക്കാൾ നല്ലത് ഡാനിയുടെ കൈകൊണ്ട് മരിക്കുന്നതാ. യമുനെ, ഞാൻ പറയുന്നത് വിശാലിന് ബുദ്ധിമുട്ടായെങ്കിൽ പറഞ്ഞോളാം, ഞാൻ എവിടേക്കെങ്കിലും പോയിക്കോളാം. വേണ്ട, യമുന തോക്കണ്ട. യമുനയ്ക്ക് വേണ്ടി ഞാൻ തോൽവി സമ്മതിക്കാം ഒരാളോട്, എൻ്റെ അച്ഛനോട്. അച്ഛാ. മോനെ, നീ? അതെ അച്ഛാ, ഞാൻ തന്നെ. ബന്ധങ്ങൾ വലിച്ചെറിഞ്ഞ് പടിയിറങ്ങിപ്പോയ അച്ഛൻ്റെ വിശാല് തന്നെ ഇപ്പൊ തിരിച്ചു വന്നിരിക്കുന്നു. ആ, അച്ഛൻ എന്നോട് ക്ഷമിക്കണം. അച്ഛന് വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ മോനെ. വിശ്വസിക്കണം. അർത്ഥമില്ലാത്ത ഏതോ ചില വാശികളുടെ പിറകെ പോയി അച്ഛനെയും കൂടപ്പിറപ്പുകളെയും ഞാൻ ഒരുപാട് വേദനിപ്പിച്ചു. ജയിച്ചു എന്നായിരുന്നു എൻ്റെ വിവരം കെട്ട മനസ്സിന്റെ വിശ്വാസം. പക്ഷേ എനിക്കിനി ജയിക്കേണ്ട അച്ഛാ, തോറ്റാ മതി. തോക്കാനാ ഞാൻ വന്നിരിക്കുന്നത്. അച്ഛൻ എന്നോട് ക്ഷമിക്കില്ലേ? പൊന്നു മോനെ, ഒരിക്കലും അച്ഛൻ നിന്നെ ശപിച്ചിട്ടില്ല. ഞങ്ങളെയൊക്കെ വേണ്ടെന്ന് വെച്ച് പോയപ്പോഴും നിനക്ക് നല്ലത് വരണമെന്ന് പ്രാർത്ഥിച്ചിട്ടേ ഉള്ളൂ. ദൈവം ദയുള്ളവനാ. എന്റെ കണ്ണടയും മുമ്പ് എന്റെ കുട്ടി എനിക്ക് തിരിച്ചു വന്നല്ലോ. ഏട്ടാ, ഇത് സിനിമയിൽ അഭിനയിക്കുന്ന? അതെ മിനിക്കുട്ടി, ആ യമുന തന്നെ. അച്ഛൻ എന്നോട് ക്ഷമിക്കണം. നിങ്ങളെ ആരെ അറിയിക്കാതെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് യമുനെ വിവാഹം ചെയ്യേണ്ടി വന്നു. വിവാഹോ? അതെ അച്ഛാ, കാര്യം കാരണമൊക്കെ ഞാൻ പിന്നീട് വിശദമായിട്ട് പറയാം. ഒന്നു മാത്രം അറിയിക്കാം, ഈ വിവാഹം നടന്നില്ലായിരുന്നെങ്കിൽ യമുനയുടെ ജീവൻ അപകടപ്പെട്ടനെ. യമുനയുടെ വീട്ടുകാർക്ക് ഈ ബന്ധത്തിൽ എതിർപ്പുണ്ട്. അതുകൊണ്ടാണ് രജിസ്റ്റർ മാരേജ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. കാണാനില്ലെന്ന് പത്രത്തിലേക്ക് ന്യൂസ്. അതെ, അത് യമുനയുടെ ബന്ധുക്കൾ കൊടുത്ത ന്യൂസാ. ഈ വിവാഹം നടന്ന കാര്യം അവരാരും അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് കുറച്ചു ദിവസം രഹസ്യമായി ഞങ്ങൾ ഇവിടെ കാണും. എല്ലാ ബഹളങ്ങളും ഒഴിഞ്ഞ് രോഷവും വാശിയൊക്കെ അടങ്ങി ശാന്തമാവുന്നവരെ. അതുവരെ യമുനെ പുറത്താരും കാണാൻ പാടില്ല, അയൽക്കാർ പോലും. ഇനി യമുനെ അകത്തി കൊണ്ടുപോകും. വരൂ. പ്രശ്നമാവോ മോനെ? ഒരു പ്രശ്നമാവില്ല. ഞങ്ങൾ നിയമപരമായി വിവാഹിതരാ. അതുകൊണ്ട് ഒരു കോടതിക്കും ഈ ബന്ധം തെറ്റാണെന്ന് പറയാൻ പറ്റില്ല അച്ഛാ. അത് നേരാ. പിന്നെന്ത് പേടിക്കാൻ?
നമുക്ക് ധൈര്യമായിട്ട് പത്രത്തിൽ വാർത്ത കൊടുക്കാം, വിവാഹ ഫോട്ടോ സഹിതം. എന്താ? ഇത് ഇപ്പൊ വേണ്ട. യമുനയുടെ വീട്ടുകാരാകെ കോപത്തിലാ. പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്. ചിലപ്പോൾ എന്തെങ്കിലും കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്യാനൊക്കെ ശ്രമിച്ചെന്നിരിക്കും. ഓഹോ, അത്ര വൃത്തികെട്ടവരാണോ ഈ ബന്ധുക്കൾ? അതെ. സാരമില്ലടാ, എന്തൊക്കെയായാലും നീ ഇഷ്ടപ്പെട്ട് കെട്ടിയതല്ലേ, നിന്റെ ഭാര്യയായി കഴിഞ്ഞില്ലേ. ഇനി ആര് വേണമെങ്കിൽ എതിർത്തോട്ടെ, വക്കാണത്തിന് വന്നോട്ടെ. പോലീസോ പട്ടാളോ ആര് വേണമെങ്കിലും, ഈ അച്ഛൻ നോക്കിക്കോളാം. അച്ഛാ. ആ, നിങ്ങൾ വല്ലതും കഴിച്ചോ? കഴിച്ചോന്ന് വെച്ചാ ഞങ്ങൾ വരുന്ന വഴിക്ക് കഴിച്ചില്ല അല്ലേ? അച്ഛനും ഉണ്ടില്ല. ആ, നീ വാ, നമുക്ക് ഒരുമിച്ചിരുന്നാകാം. ഹലോ പ്രസാദ്. ഹലോ. എന്താ തിരക്കിലാണോ? ഹേയ്, വരൂ ഡോക്ടർ, ഇരിക്കൂ. താങ്ക് യു. പ്രസാദ് നഴ്സിംഗ് ഹോമിൽ നിന്ന് പോന്നിട്ട് കുറച്ചാളായില്ലേ? പ്രസാദിന്റെ പുതിയ ജന്മം ഒന്ന് നേരിട്ട് കാണണമെന്ന് ആഗ്രഹം തോന്നി, വന്നു. ദെൻ ഹൗ ആർ യു? ഫൈൻ. അങ്ങയുടെയും ഡോക്ടർ രേഖയുടെയും സഹായം കൊണ്ട്. അപ്പോൾ ദൈവത്തിന്റെ റോള് മറന്നോ? ഞങ്ങളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ചത് ആ കൈകളല്ലേ? രോഗിയുടെ ദൈവം ഡോക്ടറല്ലേ? ഓ, ഡോക്ടർ കുടിക്കാൻ എങ്ങോട്ട് പോകുന്നു? വീട്ടിലാരുമില്ല, അമ്മ അമ്പലത്തിൽ പോയിരിക്കുക. പ്രസാദ് ഇവിടെ ഇരിക്കുക. ഓഫീസ് അന്തരീക്ഷം, കുടുംബാന്തരീക്ഷം എല്ലാം നന്നായി പോകുന്നില്ലേ? മുമ്പത്തേതിലും ബെറ്ററായി. നല്ല വാർത്ത. ഇതിനിടെ ആ ഡൈവോഴ്സ് നടപ്പിലായി അല്ലേ? ഓ, ഡോണ്ട് വറി, ഇറ്റ് വാസ് ഇന്നെവിറ്റബിൾ. പക്ഷേ ഒരു പ്രകൃതി നിയമമുണ്ട് പ്രസാദ്. ഒരു വേനലിന് ഒരു മഴ, ഒരു രാത്രിക്കൊരു പകൽ. ജീവിതം എവിടെയും സ്തംഭിച്ചു നിൽക്കുന്നില്ല, നിൽക്കാൻ പാടില്ല. എല്ലാം ഫെയ്റ്റ് അല്ലേ ഡോക്ടർ? വഴങ്ങിക്കൊടുക്കേ നമുക്ക് നിവൃത്തിയുള്ളൂ. വളരെ ലിമിറ്റഡ് അല്ലേ നമ്മുടെ കഴിവുകൾ? ഓഫ് കോഴ്സ്. പക്ഷേ നന്മയുടെ തീർപ്പുകൾക്ക് വഴങ്ങിക്കൊടുക്കുന്നതിന് ഒരു മഹത്വമുണ്ട്. കഴിഞ്ഞ കാലത്തിലെ നഷ്ടങ്ങൾ നഷ്ടങ്ങളെ അല്ലെന്ന് അപ്പോൾ നമുക്ക് തിരിച്ചറിയാനാവും. അതിനിട വരട്ടെ. അതിനിട വന്നിരിക്കുന്നു പ്രസാദ്. അതറിയിക്കാനാണ് എൻ്റെ ഈ വരവ്. ഒരു പ്രപ്പോസലിനെ പറ്റി സംസാരിക്കാനാണ്. പ്രസാദിന് അറിയാവുന്ന കാര്യമാണ്, എങ്കിലും നേരിൽ വന്ന് അറിയിക്കണമെന്ന് എനിക്ക് തോന്നി. ഡോക്ടർ രേഖയുടെ കാര്യം. ഇന്ന് പ്രസാദിന്റെ അങ്കിൾ രേഖയെ വിളിച്ചിരുന്നു. ഈ അലയൻസിന് പ്രസാദിന് സമ്മതമാണെന്ന് അറിയിക്കുകയും ചെയ്തു. പക്ഷേ രേഖയ്ക്കൊരു സംശയം, പ്രസാദിന് ഇക്കാര്യത്തിൽ പൂർണ്ണ സമ്മതമാണോ എന്ന്. രേഖയുടെ സംശയം ശരിയാണ്. കാരണം മുമ്പൊരിക്കലും ഈ വിഷയത്തിൽ എൻ്റെ റിയാക്ഷൻ നെഗറ്റീവായിരുന്നു. ഇപ്പോഴോ? എനിക്കിപ്പോൾ വാശികളില്ല, മുൻവിധികളില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പം ഞാൻ വിധിയിൽ വിശ്വസിക്കുന്നു. ഈ ബന്ധത്തിൽ എനിക്ക് സമ്മതമാണെന്ന് ഡോക്ടർ രേഖയ്ക്ക് വിശ്വസിക്കാം. വെരി ഗുഡ്. ഈ നല്ല മറുപടി എത്രയും വേഗം ഞാൻ രേഖ അറിയിക്കാം. ഇതറിയേണ്ട താമസം രേഖ തിരിച്ചെത്തും. ഇപ്പോഴും ഡോക്ടർ രേഖ എന്നെ ഇഷ്ടപ്പെടുന്നു അല്ലേ? അതിലെന്താത്ര സംശയം? അതെത്രയോ വട്ടം തെളിഞ്ഞു കഴിഞ്ഞു. അപ്പോ ഇനി പ്രസാദിന്റെ സമയം കളയുന്നില്ല. സീ യു.
ശരി. ഇപ്പോഴും അങ്ങോട്ട് വിശ്വാസമായിട്ടില്ല. എന്ത്? വലിയ സിനിമാ താര യമുന എൻ്റെ ഏട്ടൻ്റെ ഭാര്യയായിന്ന്. ഇവിടെ ദേ എൻ്റെ ഇത്ര അടുത്തിരിക്കുന്നു എന്ന്. എങ്ങനെയാ ഏട്ടനുമായി പരിചയം? ഏട്ടൻ ജേർണലിസ്റ്റ് അല്ലേ, ഫിലിം ജേർണലിസ്റ്റ്. അപ്പോൾ ഞങ്ങൾ സിനിമാക്കാരുമായിട്ട് എപ്പോഴും അടുപ്പമുണ്ടായിരിക്കും. പക്ഷേ സിനിമയിൽ നായകന്മാരൊക്കെ ഇല്ലേ? ഉണ്ട്. എന്നിട്ടും ഏട്ടനെ ആവും ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടതല്ലേ? അല്ലെങ്കിലും മുൻകോപം ഉണ്ടെന്നേ ഉള്ളൂ. ഏട്ടൻ്റെ മനസ്സ് നല്ലതാ. ചേച്ചിയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? ഞാൻ വീട്ടുകാര്യം ചോദിച്ചത് വിഷമമായല്ലേ? സോറി ചേച്ചി. വേണ്ട, ഞാൻ ചോദിച്ചില്ലെന്ന് കരുതിയാൽ മതി. ചേച്ചിക്ക് എന്നോട് പിണക്കമായോ? പിണക്കോ? മിനിക്കുട്ടിയോടോ? ഒരിക്കലുമില്ല. ആഹാ, ഇവളുടെ വർത്തമാനം ശല്യാവുന്നുണ്ടോ? വലിയ വർത്തമാനക്കാരിയാ. ഏയ്, എനിക്കിഷ്ടായി മിനിക്കുട്ടിയെ. എന്നാ മോളെ, എന്തായത്? ഊണത്ര ശരിയായില്ലെന്ന് അച്ഛനറിയാം. അതുകൊണ്ട് മോക്ക് കഴിക്കാൻ ഇത്തിരി ഓറഞ്ചും മുന്തിരിങ്ങയുമാ മുക്കിലെ പീടിയെ പോയി വാങ്ങിച്ചതാ. ആ, മോള് കഴിച്ചാട്ടെ. എന്തിനാ അച്ഛാ കഷ്ടപ്പെട്ട് ഇതൊക്കെ പോയി വാങ്ങിയത്? ഊണ് നന്നായില്ല എന്ന് ആരാ പറഞ്ഞേ? നല്ല ഊണായിരുന്നു. അത് വെറുതെ. മോള് കഴിച്ച് ശീലിച്ച ആഹാരം പോലെ വല്ലതും ആണോ ഇവിടുത്തെ? സിനിമയിൽ അഭിനയിച്ചു പോയി എന്നൊരു പ്രത്യേകത മാത്രമേ എനിക്കുള്ളൂ. ബാക്കിയൊക്കെ എല്ലാവരെയും പോലെ തന്നെയാ. അങ്ങനെ എന്നെ കാണാവൂ. ആ, വിശാൽ എവിടെ? ഇപ്പൊ വരാന്ന് പറഞ്ഞ് പുറത്തേക്ക് പോയി. ആഹാ, പുറത്തിറങ്ങിയാ പ്രശ്നാവൂന്ന് പറഞ്ഞിട്ട്? ഒരു വണ്ടി വന്ന പോലെ തോന്നിയല്ലോ. ഞാൻ നോക്കിയിട്ട് വരാം. എന്താ ചേച്ചി? ഒന്നുമില്ല.